സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വളാഞ്ചേരിയിലെ കാർമാക്സ് യാർഡാണ്. നമ്മൾ ആദ്യം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസത്തിന് ശേഷം ഇവിടെ കുറച്ച് വണ്ടികൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളൊക്കെ പരിചയപ്പെടാം. 5 സീറ്റർ അതുപോലെ തന്നെ 7 സീറ്റർ ഒക്കെ വണ്ടികളുണ്ട്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് ഹോണ്ടയുടെ ജാസ് പരിചയപ്പെടാം. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി ടു കൊപ്പം റോഡാണ്. വളാഞ്ചേരിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇത്രേ ഉള്ളൂ. കാർമാക്സ് യാർഡാണ്. ഇവിടെ നമ്മൾ ആദ്യം വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 2 മാസം മുമ്പ്. അതിനുശേഷം ഇവിടെ ഒരു 8-10 വണ്ടി സ്റ്റോക്ക് കയറിയിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ നമുക്ക് വണ്ടി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സിയാദാണ് വണ്ടി പരിചയപ്പെടുത്തി തരുന്നത്. എന്തുകൊണ്ട് വിശേഷം? സുഖം. അപ്പോ എത്ര മോഡലാണ്? 2016 മോഡൽ. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിക്കണേ? ഇതിപ്പോ 70,000 കിലോമീറ്റർ. 70,000 ഓടിയിട്ടുള്ളൂ. ആ, പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ആണല്ലേ? വണ്ടി എന്ത് പാട്? നല്ല ക്വാളിറ്റി വണ്ടി, നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോണ വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ. വേറെ അപകടമൊന്നുമില്ല? കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ മാക്സിമം ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ അലർച്ചുള്ള ടച്ചിങ്, പിന്നെ ചെറിയ ടച്ചപ്പ് ഒക്കെ അത് സാധാരണ കയറി തന്നെ ചെറിയ എന്തെങ്കിലും ടച്ചപ്പ് കയറിയിട്ടുണ്ടാവും. അല്ലാതെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്നാ പറയുന്നത്. അപ്പോ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി അലോയ്സ് ഉള്ള വണ്ടിയാണ്. പിന്നെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, അലോയ് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി വരുന്ന. ഈ അലോയ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് വണ്ടി. സ്പോയിലർ ചെയ്തിക്കണ? ഇല്ലല്ല, സ്പോയിലർ ചെയ്തിക്കണ. ഓക്കെ. പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി തന്നെയാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. പുറത്ത് നോക്കുകയാണെങ്കിലേ വണ്ടി പക്കാണ്, അടിപൊളിയാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ? എങ്ങനെയല്ല, പുഷ് ബട്ടൺ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് ഓപ്ഷൻ വരുന്നത് എസ് വി ആണല്ലേ? SB ഡീസൽ വണ്ടി. ഓക്കെ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടി കാണാൻ നല്ല ക്വാളിറ്റി തന്നെയാണുള്ളത്. അപ്പോ ഇതിന് എങ്ങനെ ചോദിക്കുന്ന വില? ഇത് നമ്മൾ 6,10,000 രൂപയാണ് ചോദിക്കുന്നത്. 6-10 ചോദിക്കണം അല്ലേ? വില കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കാം. വയനാട്ടുകാർ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. കസ്റ്റമർ വരികയാണെങ്കിൽ വില കുറച്ച് തരും. അപ്പൊ അന്നാൾ വയനാട്ടിനൊക്കെ ആൾക്കാർ വന്നില്ല. ഓക്കെ. പിന്നെ ഇത് ഫിനാൻസ് എത്ര കയറും? ഫിനാൻസിൽ ഓൾമോസ്റ്റ് ഒരു 4.5-യും 5-ന്റെ ഉള്ളിലായിട്ട് കയറുന്നതാണ്. 5 റുപ്യന്റെ അടുത്ത് കയറും അല്ലെ? നല്ല പ്രൊഫൈൽ ആണെങ്കിൽ കയറും. ഓക്കെ. അപ്പോ ഇത് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. എനിക്കറിയാം, ഇത് ഹോണ്ടയുടെ വണ്ടി നല്ല മൈലേജ് ആണ്. ഇതിന്റെ മുകളിൽ 20 to 22 എന്തായാലും. ഇത് മാക്സിമം എത്ര മൈലേജ് കിട്ടും? ഏകദേശം 20 എന്തായാലും കിട്ടും. 20 കിട്ടും. അതെനിക്കറിയാം. 20-ന് മേലെ കിട്ടും. ഇതിന് മുകൾക്ക് കിട്ടും. ഏകദേശം നല്ല, അതായത് നല്ല നീറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്താൽ 24-25 ലോങ് കിട്ടും. പിന്നെ സിറ്റിയിലാണെങ്കിൽ അത്ര കിട്ടൂല. ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലെ? അപ്പൊ നമുക്ക് അടുത്തതായിട്ട് മാരുതിയുടെ ഡിസൈർ നോക്കാം. ഡിസൈർ ഇത് എത്ര മോഡലാണ്? ഇത് 2016 16. ഓക്കെ. ഇത് ഓട്ടം 1,60,000. 1,60 ഓടിക്കണം അല്ലേ? കമ്പനി സർവീസ് ഒക്കെ ഉണ്ടോ? സർവീസ് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് സർവീസ് നമ്മൾ തന്നെ എടുത്ത് സർവീസ് ചെയ്യും. ഉണ്ടല്ലേ? ഓക്കെ. വണ്ടി ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് VXI ആണല്ലേ? പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടി. ഓക്കെ. പെട്രോൾ വണ്ടിയാണ്. 2016 മോഡൽ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോ കുറച്ച് ഹൈ ആയിരിക്കും അല്ലേ? ഓക്കെ. അതിന്റെ എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി തന്നെയാണ്. സ്ക്രാച്ച് കാര്യങ്ങളില്ല. പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ, പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, നല്ല വൃത്തിയുണ്ട്. ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡിസൈർ പെട്രോളിൽ മൈലേജ് ഉണ്ടോ? എത്ര മൈലേജ് കിട്ടുന്നത് ഇതിൽ? ഏകദേശം ഒരു 16 കിട്ടും. ഒരു 16 മൈലേജ് കിട്ടും അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, വണ്ടി കുഴപ്പമൊന്നുമില്ലല്ലോ. സിംഗിൾ ഓണർഷിപ്പിലുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് എത്ര ചോദിക്കണേ നിങ്ങൾ? നമ്മൾ 4.5 ലക്ഷം രൂപ. 450 ചോദിക്കണേ? കുറയൂലേ? കുറച്ച് കൊടുക്കാം. പിന്നെ കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കാം. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഏകദേശം ഒരു 3.5 to 3.45, 3.75 വരെ കയറുന്നതാണ്. 3.75 വരെ കിട്ടും ഫിനാൻസ് കിട്ടും. 16 വണ്ടി. ഓക്കെ. അപ്പൊ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 3.75 കിട്ടും അല്ലേ? അപ്പോ 2016 മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ ഓപ്ഷൻ വരുന്നത് VXI പെട്രോൾ വണ്ടിയാണ്. അപ്പൊ ഇതിന് ചോദിക്കുന്ന വില 450 ചോദിക്കുന്നത്. വില കുറച്ച് തരും. പിന്നെ 3.75 വരെ ഫിനാൻസ് കയറും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വണ്ടി അപ്പൊ നമുക്കൊരു ബെൻസ് റീ രജിസ്റ്റർഡ് വണ്ടിയാണ്. ഇത് മോഡൽ എത്ര? 2014 മോഡൽ. 2014 മോഡൽ അല്ല? A180. ഏതാണ് ഓപ്ഷൻ? A180. സൺറൂഫ് വരാത്ത ടൈപ്പ്. സൺറൂഫ് ഇല്ല. ഓക്കെ. ഇത് വണ്ടി എന്ത് പാട്? വണ്ടി കുഴപ്പമില്ല, നല്ല വണ്ടി അല്ലേ? ഇത് എന്തെങ്കിലും റീപ്ലേസ്, മേജർ റീപ്ലേസ് കാര്യങ്ങൾ ഇല്ലല്ലേ? അതല്ല, ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും? ഹിസ്റ്ററി ഉണ്ട്. 14 വണ്ടിയല്ലേ? 2014 മോഡൽ വണ്ടി. ഓക്കെ. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ആയിരിക്കും അല്ലേ? എല്ലാ സെറ്റപ്പ് ഉണ്ടോ?
ഓക്കെ. അപ്പോ ഇതിന് എങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ? നമ്മൾ 13 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 13 ലക്ഷം രൂപ അല്ലേ? അപ്പൊ വില കുറയൂലേ? വില കുറച്ച് കൊടുക്കും. ഫിനാൻസ് കിട്ടോ ഇനി? ഫിനാൻസ് ഇപ്പോൾ ഓൾറെഡി മൂന്നാമത്തെ ഓണറിലാണ് നിൽക്കുന്നത്. മൂന്നാമത്തെ ഓണറിലാണ്. ഓക്കെ. ഫിനാൻസ് കിട്ടും. നിങ്ങൾ ആസ്ക് ചെയ്യുന്ന 13 ലക്ഷം രൂപ. അപ്പോ അത് ചോദ്യം മാത്രം, വില കുറച്ച് കൊടുക്കും. പിന്നെ ഫിനാൻസ് എന്തായാലും കിട്ടും. എത്ര കിട്ടും കറക്റ്റ് പറയാൻ പറ്റില്ല അല്ല? ഏകദേശം 10 രൂപ കിട്ടോ ഫിനാൻസ്? 8 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. 8 രൂപ ചെയ്യാൻ പറ്റൂല. നല്ല പ്രൊഫൈലാണെങ്കിൽ 8 രൂപ ചെയ്യാൻ പറ്റൂല. വണ്ടി വേറെ അപകടങ്ങളൊന്നും ഇല്ല, പക്കാണല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം. അങ്ങനെ നമുക്ക് ഉണ്ടായുടെ വെർണ നമുക്ക് പരിചയപ്പെടാം. ഡീസൽ വണ്ടിയാണ് ഇത്. എത്ര മോഡലാണ് വണ്ടി? 14 മോഡൽ. ഓക്കെ. ഇത് ഓട്ടം 1.25 ഓടിയിട്ടുണ്ട്. 2014 മോഡലാണ്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. SX ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ ആക്സിഡന്റ് ഇല്ല. വണ്ടി പക്കാണ് കേട്ടോ. വണ്ടി ഇത് ഞാൻ ആദ്യം സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വണ്ടി പക്കാണ്. ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി വണ്ടി തന്നെയാണ്. പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. പുറത്തൊക്കെ നല്ല വൃത്തിയുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ്. പിന്നെ ടച്ച് സ്ക്രീന്, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്. പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് പിന്നെ എല്ലാം ഉണ്ടല്ലോ, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിന് എത്ര ചോദിക്കണല്ലേ? 4 രൂപ ചോദിക്കുന്നത്. ചെറുതായിട്ട് ഒന്ന് കുറച്ച് കൊടുക്കൂല. എത്ര ഫിനാൻസ് എത്ര കയറും? 3.25 4 ഫിനാൻസ് കയറും. ചോദിക്കണം 4.50. അപ്പോ 2014 മോഡൽ ഉണ്ടായുടെ വെർണ ഡീസൽ വണ്ടി. ഇതിന് ചോദിക്കണ വില 4.50 ആണ് ചോദിക്കുന്നത്. മാക്സിമം വില കുറച്ച് തരും. അപ്പോൾ 3.75 വരെ ഫിനാൻസും കയറും. അപ്പോൾ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളി. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മൈക്ര നോക്കാം അല്ലെ? 3 വണ്ടി. അപ്പോൾ നമുക്ക് നിസാൻ മൈക്ര നമുക്ക് നോക്കാം. നിസാൻ മൈക്ര ഇവിടെ 3 വണ്ടി ഉണ്ട്. പിന്നെ ഒരു വൈറ്റ് കളർ, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക്, ഒരു അതെന്ത് കളർ? ഓറഞ്ച് കളറാ. ഓറഞ്ച് ഒന്നല്ല അത്. പിന്നെ ഈ 3 വണ്ടി നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇതിന്റെ പിന്നെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ വൈറ്റ് വണ്ടി എത്ര മോഡലാണ്? 2015 ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? പിന്നെ എന്ത് പാട് വണ്ടി? ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ? വണ്ടി പക്കാണല്ലേ? പിന്നെ 2015 ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഓപ്ഷൻ എക്സൽ അല്ലേ വരുന്നത്? ഇത് വണ്ടി ഡീസലാ പെട്രോളാ? പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ വണ്ടി. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ടോപ്പാണ്, സൂപ്പറാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ. പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആവും? അല്ല, ഫുൾ ഓപ്ഷൻ അല്ല, ആലോയ്സ് ഇല്ല ഇതില്. പിന്നെ എക്സൽ ഫുള്ളാണ്. ഓക്കെ. പിന്നെ വണ്ടി പുറത്ത് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല ടോപ്പിൽ തന്നെയാണുള്ളത്. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? വണ്ടി പക്കാണല്ലേ? പിന്നെ ഇതിന് എത്ര നിങ്ങൾ ആസ്കിങ് ചോദിക്കുന്നത്? 4 രൂപ ചോദിക്കുന്നത്. 4.50 ആണ് ചോദിക്കുന്നത്. ഫിനാൻസ് എത്ര കിട്ടും? 4 രൂപ കിട്ടേണ്ടതാണ്. 3.25 എന്തായാലും കിട്ടും. 3 രൂപ കിട്ടും അല്ലേ? 4.50 ചോദിക്കുന്നത്. ഓക്കെ. അപ്പോ 2015 മോഡൽ നിസാൻ മൈക്ര പെട്രോൾ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് എക്സൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്നത് 4.50 ആണ് ചോദിക്കുന്നത്. പിന്നെ 3.75 ഫിനാൻസ് കയറും അല്ലേ? 3.75 വരെ ഫിനാൻസ് കയറും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളി. അപ്പോൾ അതേപോലെ തന്നെ വേറെ ഒരു ബ്ലാക്ക് വണ്ടിയാണ് പരിചയപ്പെടുന്നത്. ഈ ബ്ലാക്ക് വണ്ടി ഇത് എത്ര മോഡലാണ്? 2014 മോഡലാണ് അല്ലേ? ഇത് പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. ഓട്ടോമാറ്റിക്കാ മാനുവലാ? മാനുവൽ പെട്രോൾ വണ്ടിയാണ്. 2014 മോഡലാണ്. അലോയ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ഇത് ഓപ്ഷൻ തന്നെ എക്സൽ അല്ല? ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് സീറ്റ് കവർ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ. പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അലോയ്സ് നല്ല അടിപൊളി അലോയ്സ് ആണ് ചെയ്തിരിക്കുന്നത്. 2014 മോഡൽ. ഇത് എത്ര ഓട്ടം ഉണ്ട് വണ്ടി? ഓട്ടം 90 സംതിങ് ആണ്. 90 സംതിങ് ഓടിക്കുന്നത്. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് സെക്കൻഡാ? ഓക്കെ. അപ്പോ ഇതിന് നിങ്ങൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എത്ര? 2.90 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. 2.90 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. പിന്നെ ഫിനാൻസ് ഇതിന് കയറൂലേ? കയറും. 2014 വണ്ടിയല്ലേ? അപ്പോ ഈ വണ്ടി 2014 മോഡല് നിസാൻ മൈക്ര മാനുവൽ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 2.90 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും. കസ്റ്റമർ വരികയാണെങ്കിൽ വില കുറച്ച് തരും. അപ്പോ മൂന്നാമത്തതും നിസാൻ മൈക്ര. ഈ വണ്ടി എത്ര മോഡലാണ്? 2013 മോഡൽ അല്ലേ? ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ ആണ്. 2013 മാനുവൽ. പെട്രോൾ ഡീസലാ? പെട്രോൾ. ഇത് 3 വണ്ടിയും പെട്രോൾ തന്നെ അല്ലേ? ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്ക്രാച്ച് കാര്യങ്ങളില്ല. പിന്നെ കമ്പനി സീറ്റാണ്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയറൊക്കെ പുത്തനാണ്. 4 ടയറും പുത്തനാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലേ? പക്കാണല്ലേ? വിശ്വസിച്ച് കൊടുക്കാൻ പറ്റൂലേ?
പിന്നെ 290 ചോദിക്കണല്ലേ? 290. അല്ല ഇതാണ് 290 അതാണ് ചോദിച്ചല്ലേ? ഇതിന് എത്രയാണ്? 230. 230 230 ഓക്കെ. 230 ചോദിക്കണല്ലേ? ഇനി കുറച്ച് കുറയാനുണ്ടോ? കുറച്ച് കൊടുക്കൂല. പിന്നെ ഇതിന് ഫിനാൻസ് കയറുമല്ലേ? 2013 വണ്ടിയല്ലേ? ഓക്കെ. അപ്പൊ 2013 വണ്ടി, 2013 മോഡൽ നിസാൻ മൈക്ര പെട്രോൾ വണ്ടി, മാനുവൽ. പിന്നെ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല, വണ്ടി പക്കാണ്. വണ്ടി വിശ്വസിച്ച് എടുക്കാം കേട്ടോ. ഇവിടെ ഇതിന്റെ ഓണർ എന്നോട് പറയലുണ്ട് ഇവിടെ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ, പിന്നെ എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. റീപ്ലേസ് എന്തുണ്ടെങ്കിൽ പറയണം. അതുപോലെ തന്നെ എന്ത് ആപാതകൾ ഉണ്ടെങ്കിലൊക്കെ തുറന്ന് പറയണം. വെറുതെ അങ്ങനെ പറഞ്ഞു കണ്ട് വീഡിയോ ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ഓണർ പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയൊരു യാർഡ് തന്നെയാണ് വളാഞ്ചേരിയിലെ കാർമാക്സ്. അപ്പോൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മഹീന്ദ്രയുടെ ബൊളേറോ പരിചയപ്പെടാം. ഇത് എത്ര മോഡലാണ് വണ്ടി? 2010 മോഡൽ. 2010 ആണല്ലേ? എന്തുപാട് വണ്ടി? വണ്ടി പക്കയാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളി വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ലല്ലേ? ആലോചിച്ചൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ഇത് ഓപ്ഷൻ വരുന്നത് SLX. ഓക്കെ. പിന്നെ വേറെ അപാകങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഇന്ത്യയിൽ പഴയ സീറ്റാണ്, സീറ്റ് മാറ്റണം. പിന്നെ വേറെ എന്തോ അപാകങ്ങളൊന്നും ഇല്ലല്ലോ? ഇതിന് എത്ര ചോദിക്കുന്നത്? ഇതിന് 3.25 ആസ്കയുണ്ട്. 3.25 ആണ് ചോദിക്കുന്നത്. 2010 വണ്ടിയാണ്. ഓക്കെ. 3.25 ചോദിക്കുന്നത്. ഇനി ഫിനാൻസ് കിട്ടൂല? കുറവാണ്. സേർട്ട് ഫിനാൻസ് മറ്റോ കിട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ വണ്ടി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കോൺടാക്ട് നമ്പർ അതിൽ വിളിച്ചാൽ മതി. അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇതിന്റെ ഓണർ പുറത്താണുള്ളത്. അപ്പോൾ ഇവർക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല, ഈ വണ്ടിനെ പറ്റി അറിയില്ല. അപ്പോൾ ഇത് നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മഹീന്ദ്രയുടെ കോണ്ടോ പരിചയപ്പെടാം. 7 സീറ്റ് വണ്ടിയാണ്. വണ്ടി ഇത് എത്ര മോഡലാണ്? 2013 മോഡൽ. 2013 മോഡലാ? ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 1 സംതിങ് ഓട്ടോ ഉണ്ട് അല്ലേ? വണ്ടി എന്ത് പാട്? വണ്ടി കണ്ടീഷൻ ആണ് അല്ലേ? കുഴപ്പമൊന്നുമില്ല. മൈലേജ് കൂടുതലുണ്ട്. 17-18 മൈലേജ് കിട്ടും ഇതില് തന്നെ. 2013 മോഡൽ അല്ലേ? ഫിനാൻസും കയറും ഇതിന്. വണ്ടി ഇന്റീരിയർ നോക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ടയറൊക്കെ പുത്തനാണ് കേട്ടോ. 4 ടയറും പുത്തനാണ്. പിന്നെ ടാക്സി ആക്കാനുള്ള പറ്റൂല ഈ വണ്ടി? ടാക്സിക്കാർക്ക് എല്ലാം പറ്റൂലേ? 2013 വണ്ടിയല്ലേ? കുഴപ്പമൊന്നുമില്ല. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? 3.5 ആസ്കയുണ്ട്. 3.50 ചോദിക്കുന്നത് അല്ലേ? 3.50 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും? കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോ ഇതിന് ഫിനാൻസ് എത്ര? 2.25 3ന്റെ ഉള്ളിൽ ഫിനാൻസും കയറും തന്നെ. അപ്പൊ ചോദിക്കുന്നത് എത്ര? 3.5 അല്ലേ? 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കല്ലോ അല്ലേ? വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 2013 മോഡൽ മഹീന്ദ്ര കോണ്ടോ 7 സീറ്റർ വണ്ടിയാണ്. ഏകദേശം 1 ലക്ഷത്തി ചില്ലറ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. മൈലേജ് കേട്ടാലും നെട്ടിപ്പോകും. എത്ര? 17 മൈലേജ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിയില്ല ഈ വണ്ടിനെ പറ്റിയിട്ട്. അപ്പൊ ഇവർ പറയുന്നുണ്ട് 17 മൈലേജ് കിട്ടുമെന്ന്. ഓക്കെ. ഇതിന് ചോദിക്കുന്ന വില 3.5 രൂപയാണ് ചോദിക്കുന്നത്. അതിൽ 3 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടുമെന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ 2.5 എന്തായാലും കിട്ടും. 2.5 എന്തായാലും കിട്ടുക. ഓക്കെ. 2 രൂപ എന്തായാലും കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് നമ്പറിൽ വേഗം വിളിച്ചിട്ട് വന്നോളി കേട്ടോ. വെറും 50,000 രൂപ മുടക്കാൻ മതി വണ്ടിക്ക്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വണ്ടി ഏതാണ്? അടുത്ത XUV നോക്കാം അല്ലേ? ഇത് മഹീന്ദ്രയുടെ XUV ഡീസൽ വണ്ടി അല്ലേ? ഇത് ഡീസലാണ്. XUV നോക്കാം നമുക്ക്. ഇത് എത്ര മോഡലാണ് വണ്ടി? 2013 ആണ്. എന്ത് പാട് വണ്ടി? എന്ത് പാട്? 2013 മോഡലാണ് അല്ലേ? ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ. 2013 ഫുൾ ഓപ്ഷൻ. ഓക്കെ. പിന്നെ ഇന്റീരിയർ ഒക്കെ എങ്ങനെ? അടിപൊളിയല്ലേ? കുഴപ്പമില്ല. നല്ല അടിപൊളി തന്നെയാണ്. സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. പിന്നെ കമ്പനി ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ. പിന്നെ 7 സീറ്റർ 8 സീറ്റർ ഇത് വണ്ടി? 8 സീറ്റ് അല്ലേ? ഓക്കെ. 8 സീറ്റർ വണ്ടി അലോയ്സ്. പിന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. 6 എയർ ബാഗ് വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ഇതിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം ഈ XUV പറ്റിയിട്ട്. അപ്പോ വേറെ അപാകങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. ഇത് ഓടിക്കണ എത്ര? ഓട്ടോ 1 സംതിങ് ഓടിക്കണം. 1.20 ഓടിക്കണത്? 1,50,000. 1,50,000 ഓടിക്കണു. അത്ര ഓടിയിട്ടുള്ളൂ? ഓക്കെ. കമ്പനി സർവീസ് ഒക്കെ കറക്റ്റ് ആണ്? 80 വരെ സർവീസ് ഉണ്ടാവും അല്ലേ? വണ്ടി നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുമോ? പക്കാണ്. ഓക്കെ. അപ്പൊ 2013 മോഡലല്ലേ ഇത് പറഞ്ഞത്? ഇനി എത്ര ചോദിക്കണത്? 5.90 ആസ്കയുണ്ട്. 5.90 ചോദിക്കണല്ലേ? കമ്മിയാവും, കുറച്ച് കൊടുക്കൂലേ? 5.90 ചോദിക്കണേ. വില കുറച്ച് കൊടുക്കും. പിന്നെ ഫിനാൻസ് കയറും അല്ലേ? ഫിനാൻസ് ഒരു 4.5
ഒരു 4 രൂപ ഫിനാൻസ് കിട്ടും. 590 ചോദിക്കുന്നത്. ഓക്കെ. അപ്പോ 2013 മോഡൽ XUV ചോദിക്കുന്ന വില 590 ഫുൾ ഓപ്ഷൻ. 2013 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത്. വണ്ടി പക്കാണെന്നാണ് ഇവർ പറയുന്നത്. ഒരു ആക്സിഡന്റോ റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക നീറ്റാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. 2013 മോഡൽ XUVക്ക് ചോദിക്കുന്ന വില 590. മാക്സിമം വില കുറച്ച് തരും. ഒരു 4 രൂപ ഫിനാൻസ് കയറും അല്ലേ? 4 രൂപ ഫിനാൻസ് കയറും. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലേ? അടുത്തതായിട്ട് നമുക്ക് മാരുതിയുടെ വാഗ്നർ നോക്കാം. വാഗ്നർ ഇത് എത്ര മോഡലാണ്? 2020 മോഡലാണ് അല്ലേ? എന്ത് പാട് വണ്ടി പക്കാണല്ലേ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? 2020 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓട്ടം ഉണ്ട് ഇത് വണ്ടി? 67,000 കിലോമീറ്റർ ഓടിക്കും വണ്ടി. കമ്പനി സർവീസ് ആണല്ലേ? പക്കാണ് വണ്ടി, റീപ്ലേസ് ഒന്നും ഇല്ല. ഓക്കെ. 2020 മോഡൽ അല്ലേ? ഇനി എത്ര ചോദിക്കണേ നിങ്ങൾ? 590 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ റേറ്റ് അല്ല? 590 ചോദിക്കുന്നത്, വില കുറച്ച് തരും അല്ലേ? പിന്നെ ഫിനാൻസ് 4.45 ഫിനാൻസ് കയറും അല്ലേ? അപ്പോ 2020 മോഡൽ മാരുതിയുടെ വാഗണർ ഓപ്ഷൻ ഏതാണ് ഇത്? ഓപ്ഷൻ മിഡിൽ VXi ആണല്ലേ? VXi ആണ്. 2020 മോഡൽ മാരുതിയുടെ വാഗണർ VXi ഓപ്ഷനിലുള്ള വണ്ടി, ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഏകദേശം 67,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി. ഇതിന് ചോദിക്കുന്ന വില 590. വില കുറച്ച് തരും. പിന്നെ ഒരു 4.45 5 രൂപ വരെ ഫിനാൻസ് കയറും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 5 രൂപ വരെ ഫിനാൻസ് കയറും. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളി. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി, വേറെ വണ്ടി ഇല്ലല്ലോ? വേറെ ഇല്ലല്ലേ? അപ്പോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അല്ലേ? അപ്പോ ആർക്കെങ്കിലും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ.